ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടേസ്റ്റി പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണിത്. കുട്ടികൾ ഒരുപാട് ചോദിച്ച് വാങ്ങിച്ച് തന്നെ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നല്ല നല്ല കമൻറ്റ്സ് അറിയിക്കാനും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം. ഞാൻ ഈ പലഹാരം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അങ്ങനെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയില വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ആട്ടോ വേണ്ടത്. അതിൻ്റെ കൂടുതൽ 2-3 പുതിനയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇത്രയും സാധനം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്നതാണ്. 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 മീഡിയം സൈസ് സവോള, ഒരു 5-6 അല്ലിയോളം വെളുത്തുള്ളി അത്രയും നമ്മൾ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് നന്നായി തന്നെ ഒട്ടും തരിയില്ലാത്ത വിധം പൊടിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. വറുത്ത പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 4 തവിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1 കപ്പോളം വരും കേട്ടോ. ഇനി ഇതിലേക്ക് 2 തവിയോളം മൈദയും 1 തവിയോളം കോൺഫ്ലവറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും വേണ്ടി ചേർത്ത് കൊടുത്തിരുന്നു. 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് രൂപത്തിലുള്ള ആ ഒരു സാധനവും ചേർത്തു. ഇനിയും മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബട്ടറാണ്. ഞാൻ ബട്ടർ ഇതിൽ ചേർത്ത് കൊടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ബട്ടർ ചേർത്തത് കൊണ്ട് എനിക്കൊരു കാര്യം സംഭവിച്ചതോടെ കുറച്ച് ലൂസായിപ്പോയി. നമ്മളെടുത്ത ബാറ്റർ ഒരല്പം ലൂസ് ആയപ്പോൾ എണ്ണമയം ഒത്തിരി കൂടുതലായ പോലൊക്കെ തോന്നി കേട്ടോ. അപ്പം ഞാൻ സാധാരണ ബട്ടർ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് ചേർത്ത് നോക്കിയതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗം ബട്ടർ ചേർത്താൽ മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതി. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുത്തത്. സവോളയിലും പച്ചമുളകിലും ഒക്കെ വെള്ളമയം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്കൊക്കെ ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ മാവ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് എനിക്ക് എൻ്റെ കയ്യിൽ റെഡിയാക്കി എടുക്കുന്ന കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കയ്യിലൊന്ന് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. കൈ വെള്ളയിൽ തന്നെ ഇട്ടൊന്ന് ഉരുട്ടി ഈ ഒരു ഷേപ്പിലെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് മൂത്തപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി തന്നെ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ ഇത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്കും ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത്. അപ്പോൾ എത്രയായാലും കുട്ടികൾ മടുക്കാതെ തന്നെ ഇത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമല്ലേ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ മക്കൾ കുറച്ച് കഴിച്ചു. അതിൻ്റെ ബാക്കിയായിട്ടോ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും. ഇത് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും കേട്ടോ. അത്രയും ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് എടുത്താൽ മതി കേട്ടോ. അതുകൊണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ ഇത്. നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻസും കൂടി എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക്
എത്രയും വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത്. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.